ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പ്രോപ്പർ കാക്കനാടിൽ തന്നെയാണ്. കാക്കനാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള സംശയം, കാക്കനാട് എത്ര ദൂരം പോകണം, കാക്കനാട് വീണ്ടും എത്ര കിലോമീറ്റർ പോകണം എന്നൊക്കെയാണ്. ഇത് പ്രോപ്പർ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്തായിട്ടാണ് ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ട് വടക്കോട്ട് ദർശനമായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീട്ടിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്ര അടുത്താണ് കാക്കനാടിനോട്, എത്ര അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് കളക്ടറേറ്റ് ആണ് എല്ലാവർക്കും അറിയുന്ന മെയിൻ പോയിന്റ്. കാക്കനാട് കളക്ടറേറ്റിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും പ്രോപ്പർ കാക്കനാട് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി വേണമെങ്കിൽ സൺറൈസ് ഹോസ്പിറ്റൽ വെറും 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് സൺറൈസ് ഹോസ്പിറ്റൽ ചെയ്യുന്നത്. നമുക്ക് ഭാരതമാതാ കോളേജ് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് വെറും 2 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നൈപുണ്യ സ്കൂൾ വളരെ അടുത്താണ്, വെറും 1.5 കിലോമീറ്റർ മാത്രമാണ് നൈപുണ്യ സ്കൂൾ വരുന്നത്. അതുപോലെ നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ ആണെങ്കിൽ 4 കിലോമീറ്ററും, ഇടപ്പള്ളി സൈഡിലേക്കാണെങ്കിൽ 6 കിലോമീറ്ററും, എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 23 കിലോമീറ്റേഴ്സുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി സീപോർട്ട് റോഡിനോട് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിൻ്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴി നോക്കുവാണെങ്കിൽ ഇൻ്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ബാക്കി ഇവിടെ വേറെ 2 വില്ലകൾ പണി പൂർത്തിയായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് ലാൻഡ് അളവ് കൂടിയ വീടുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അവൈലബിൾ ആണ്. ഹോം തിയേറ്ററോട് കൂടിയ വീടുകളൊക്കെ നമുക്ക് ഈ കാണുന്ന വില്ലയിൽ അവൈലബിൾ ആണ്. ആ കാണുന്ന 2 വീടുകൾ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടാണ്. ഇതിൻ്റെ മതിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകളും വൈറ്റ് കളർ പെയിൻറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡും, ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ, മറ്റേ സൈഡ് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മതിലിൻ്റെ മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ വളരെ അട്രാക്റ്റീവായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ചെങ്കലിൻ്റെ ഡിസൈൻ വരുന്ന ടൈലുകൾ കൊടുത്തിട്ടുണ്ട്, കളർഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് വരുന്നുണ്ട്, ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കാണുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വന്നിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെയായിട്ട് നമുക്കൊരു കിണർ കാണാം. കിണർ കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്കുള്ള ഏരിയ ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെയെല്ലാം ബാക്ക് സൈഡെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ കവേഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. ഈ കവേഡ് പോർച്ചിന് അണ്ടറിൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ 1ാമത്തെ കാറും 2ാമത്തെ കാറിലും കവേഡ് ആയിട്ടുള്ള ഈ ഒരു കാർ പോർച്ചിന് അണ്ടറിൽ സേഫായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. നേരെ കയറിയിട്ട് വീടിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും അവിടെയും നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ വരെ നമുക്ക് സ്റ്റോൺസ് വിരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സൈഡ് നോക്കിയാൽ കഴിഞ്ഞാൽ അവിടേക്കെല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് കാർ പോർച്ചിൻ്റെ ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ കാണാം, നമുക്ക് ആ സിറ്റ് ഔട്ടിലേക്കുള്ള എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് വരുന്ന വോളിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് പെബിൾസ് ഇട്ടിട്ടുണ്ട്. നടക്കാനുള്ള ഫുഡ് സ്റ്റെപ്സ് മാത്രം നമുക്ക് സ്റ്റോൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് വീടിന് കിട്ടുന്നത്. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ഒരു 4-5 ചെയറുകൾ ഇടാനുള്ള സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. വീടിൻ്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് സൈഡൊക്കെ നോക്കിയാൽ കാണാം ആ ഒരു ജിയുടെ ഒരുപാട് വർക്കുകൾ, ജിയ സ്ക്വയർ പൈപ്പിന് നല്ല രീതിയിലുള്ള വർക്കുകൾ അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ മെയിൻ ഡോർ തുറന്ന് നേരെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിൻഡോസ് കാണാം. 2 സൈഡിലായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. വിൻഡോസിന്റെ പുറത്തേക്കുള്ള ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു റൂഫ് നോക്കിയാൽ കാണാം അത്യാവശ്യത്തിന് നല്ല വെറൈറ്റി ഉള്ള ഒരു ഡിസൈനുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു കളറുമാണ് പെയിന്റിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് റൂഫിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് കളറിൽ നല്ല നീളവും വീതിയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിനകത്ത് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സും നിങ്ങൾക്ക് എല്ലാം നോക്കിയാൽ കാണാൻ ജാഗ്വാറിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മരങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോർ ഞാൻ പറഞ്ഞു ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഡോറുകളൊക്കെ നോക്കുവാണെങ്കിൽ അതെല്ലാം വന്നിട്ട് കട്ട്ലയെല്ലാം വന്നിട്ട് ആഞ്ഞിലയിലും വിൻഡോസും ഡോർസും എല്ലാം വന്നിട്ട് മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നമുക്ക് അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയ റൂം തന്നെയാണ് കിട്ടുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് TV യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. മൾട്ടിവുഡിൽ തന്നെ അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും താഴെയൊക്കെ നോക്കിയാൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്താണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റൈൽസ് എല്ലാം കംപ്ലീറ്റ്ലി വുഡൻ ബേസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അകത്തെല്ലാം തന്നെ ഇതെല്ലാം നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആയിട്ടുമാണ് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്പിന്റെ താഴെ വരുന്ന ഭാഗം തൽക്കാലം ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ആയിട്ടാണ് ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. അതിന് താഴെ വരുന്ന ഏരിയ ഭംഗിയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെയായിട്ട് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു സെപ്പറേഷൻ പോലെ ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് കൊണ്ട് ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് നമുക്ക് ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കാണാനായിട്ട്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഹാൾ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം 3 വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എല്ലാത്തിനെയും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ കവർ ചെയ്തിട്ട് വുഡൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാം ചെങ്കല്ല് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മിറർ വരുന്നുണ്ട്. ജാഗ്വാറിന്റെയാണ് വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നോക്കിയാൽ കാണാം മൾട്ടിവുഡ് കൊണ്ടുള്ള ഒരു കവറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. താഴെയാണെങ്കിലും കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വെറൈറ്റി ഉള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. അത് ഹാങ് ചെയ്തിരിക്കുന്ന ഭാഗം നോക്കിയാലും കാണാം ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഡൈനിങ് ഹാളിന്റെ ബാക്കി വരുന്ന ഏരിയയിലുള്ള റൂഫ് നോക്കിയാലും കാണാം അത്യാവശ്യത്തിന് നല്ല വർക്കുകൾ വരുന്നുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പെയിന്റിങ് വരുന്നുണ്ട്. അതിനിടയിലെല്ലാം LED സ്ട്രിപ്പുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫിലെ വർക്കുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ താഴെയായിട്ട് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ 1ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോൾ നോക്കിയാൽ കാണാം നല്ല ഡിസൈൻ ഒക്കെ ഉള്ളൊരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വുഡൻ കളറും വൈറ്റും വരുന്ന കോമ്പിനേഷനാണ് വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഡ്രസ്സിംഗ് ടേബിളും മിററും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കിയാലും നല്ല രീതിയിൽ ഡിസൈനുകൾ വരുന്നുണ്ട്. റൂഫിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ ആ ഒരു ഡോറിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ഡോറിന്റെ ഒരു ഡിസൈൻ വരുന്നത്. ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടൈല് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കിയാൽ കാണാൻ ജാഗ്വാറിലാണ് വരുന്നത്. അതുകൂടാതെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും തിരിച്ച് ബെഡ്റൂമിൽ നിന്നും ഇവിടുത്തെ ഈ ഒരു ഡൈനിങ് സ്പേസിലാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം നമുക്ക് അവിടെ ഗ്ലാസ് ഇടാനുള്ള ഒരു വർക്കും കൂടിയാണ് പെൻഡിങ് ഉള്ളത്. ക്രോക്കറി ഷെൽഫാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ മൾട്ടിവുഡ് കൊണ്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. 2 ഹാങ്ങിങ് ലൈറ്റും അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നുണ്ട്. കിച്ചണിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ തന്നെ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ആയിട്ടാണ് ക്യാബിനറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്.
എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് കിച്ചണിൽ എവിടെയാണ് ഫ്രിഡ്ജ് വെച്ചാൽ കിച്ചണിലെ സ്ഥലം പോകുമോ എന്നുള്ളത്. അതിനുവേണ്ടി മാത്രമായിട്ട് നമുക്കൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ കിച്ചണിൽ ആപ്റ്റ് ആയിട്ട് അത് ഇരിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 3 വിൻഡോസ് ആണ് കിച്ചണിൽ വരുന്നത്. അതുകൂടാതെ കിച്ചണിന്റെ ആ ഒരു ചുറ്റിനൊക്കെ നോക്കിയാൽ കാണാം വൈറ്റ് കളർ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റ് പീസ് വൈറ്റ് ആണ് വരുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നമുക്ക് അവിടെ കാണാം. ഇതിന്റെ റൂഫ് നോക്കിയാലും അത്യാവശ്യത്തിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ഡിഫറെന്റ് കളർ ആയിട്ടുള്ള ഗ്രേ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനും വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 കിച്ചണുകൾ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കിച്ചണും സെക്കൻഡ് കിച്ചണും വരുന്നുണ്ട്. സെക്കൻഡ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡോർ വെച്ചിട്ട് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ സെക്കൻഡ് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയും ഒരു ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന ഒരു വലിയ സ്ലാബ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ അവിടെയും നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട്. ഇതിന്റെ താഴെയൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ മാത്രമല്ല മുകളിൽ നോക്കിയാലും കാണാം കബോർഡുകൾ ഒരുപാട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടും കൂടി നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. സ്പേസ് ഒട്ടും പോകാത്ത രീതിയിൽ ഉള്ളിലേക്ക് തള്ളിയിട്ടാണ് അവിടെ സ്പേസ് ചെയ്തിരിക്കുന്നത്. പൈപ്പ് വരുന്നുണ്ട്. വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈൻ, പവർ കണക്ഷൻ എല്ലാം തന്നെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് സേഫ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് കിച്ചണും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഫസ്റ്റും സെക്കൻഡും കിച്ചൺ ഉള്ളതുകൊണ്ട് ആക്ച്വലി ഇവിടെ വർക്ക് ഏരിയയുടെ ആവശ്യം വരുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് പുറത്തുള്ള ഏരിയ ഒന്ന് കവർ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ കാണാം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ അത്യാവശ്യത്തിന് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ബാക്ക് സൈഡ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണ്. ഇവിടെ എല്ലാം ബേബി മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. ഈ വഴി പോയാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് എത്താവുന്നതാണ്. വീണ്ടും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് നമ്മൾ കണ്ടിരുന്നു. ഡൈനിങ് ഹാളിനും ലിവിങ്ങിനും ഇടയ്ക്കായിട്ടാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് സാധാരണ വീടുകളിൽ നമുക്ക് കാണാറുള്ളത് താഴത്തെ ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കടന്നു വരുന്ന അവിടെ തന്നെയായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യുക, താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം ആണ്. താഴെ നിന്നും ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് എത്താവുന്നതാണ്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നമുക്കൊരു ഡബിൾ കോട്ട് ഇവിടെ ഇട്ടാൽ പോലും വീണ്ടും ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ ബെഡ്റൂം ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാം. ആ വിൻഡോസ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ളൊരു വാൾപേപ്പർ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് കൂടി നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ആ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം 3/4 ഏരിയയോളം തന്നെ വാർഡ്രോബുകൾക്കായിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ വുഡ് കളർ ആയിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വാർഡ്രോബ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യത്തിലുള്ള വർക്കുകളെല്ലാം വരുന്നുണ്ട്. ചെറുതും വലുതുമായ LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് റൂഫിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ബാത്റൂമിനകത്ത് നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞതിനെ കുറിച്ച് പെയിന്റിംഗ് ബക്കറ്റ്സും കാർട്ടൺ ബോക്സും ഒക്കെയാണ് വച്ചിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന കളർ ഗ്രേ കളറാണ് ടൈലുകൾക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഓൾറെഡി എല്ലാം ചെയ്തിട്ടുണ്ട്. ജെറയിലും ജാഗ്വാറിലും ഒക്കെ ആയിട്ടാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു 2ാമത്തെ ബാത്റൂമും ഇവിടുത്തെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 2ാമത്തെ ബാത്റൂമിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസിലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കണക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇവിടെ നിന്നാണ് താഴേന്ന് കയറി വന്ന് നേരെ ആ ബെഡ്റൂമിലേക്ക് കയറിയത്. അവിടെ നിന്ന് എഗെയിൻ നമ്മൾ വീണ്ടും സ്റ്റെപ്പ് കയറി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വരുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ താഴെ നിന്ന് തുടങ്ങിയിട്ട് മുകളിൽ വരെ കണ്ടിന്യൂ ചെയ്തു വരുന്നത് ഒരേ പാറ്റേൺ തന്നെയാണ്. വുഡൻ ബേസും താഴേക്ക് നോക്കിയാൽ അയൺ ബാറുകൾ ഇട്ടിട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് നേരെ ലെഫ്റ്റിലോട്ട് ആദ്യം പോയി നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കാണും. നമുക്കൊരു റീഡിംഗ് ടേബിൾ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ബുക്ക് ഷെൽഫോ ഒക്കെ ആയിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അവിടെ മൾട്ടിവുഡ് കൊണ്ട് നല്ല രീതിയിലൊരു സ്റ്റോറേജ് സ്പേസും ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ റീഡിംഗ് പർപ്പസിനോ ഒക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ അവരെ കമ്പി മുറിക്കുന്നതിന്റെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ ആ ഒരു മെയിൻ ബാൽക്കണി സ്പേസിലേക്കാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാൽക്കണി കണ്ടോളൂ.
ബാൽക്കണി നിങ്ങൾ കണ്ടു. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ഇവിടെ നിന്നാണ്. ലെഫ്റ്റിലുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് റൈറ്റ് സൈഡ് ആണ് നോക്കേണ്ടത്. ആക്ച്വലി ഇതൊരു വലിയ ഹാളാണ്. ഈ ഒരു ഹാളാണ് റീഡിംഗ് പർപ്പസിന് നമുക്ക് ടി വി വെക്കാനൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെ നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. ഒരു ഗ്രേ കളർ പെയിന്റിങ് വരുന്നുണ്ട്. അതിനിടയിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. റൂഫിലെ വർക്കുകൾ ഈ ഒരു ഹാള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ കയറി വരുന്ന ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ നോക്കിയാൽ കാണാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം വർക്ക് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെ സെയിം കളറിലും സെയിം മോഡലിലും ഒക്കെയാണ് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓൾറെഡി 2 വിൻഡോസ് നമ്മൾ കണ്ടു. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് കൂടെ നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ 2 ബെഡ്റൂമുകൾ താഴെ കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ ഇവിടെയാണ് വരുന്നത്. ടോട്ടൽ ഇതൊരു 4 BHK ഹൗസ് ആണ്. നമുക്ക് ഈ കാണുന്ന ടി വി യൂണിറ്റിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ കോട്ട് ഇട്ടാൽ നമുക്ക് വീണ്ടും സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഈ കാണുന്ന വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു വോളിൽ 2 സിംഗിൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തായിട്ടൊരു വാർഡ്രോബ് വിത്ത് ഒരു ടേബിളും അതുപോലെ തന്നെ എല്ലാം ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി എല്ലാം കൂടിയിട്ടാണ് അവിടെ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലെ വർക്ക് നോക്കുവാണെങ്കിലും ലൈറ്റ് യെല്ലോ പെയിന്റും വൈറ്റും കോമ്പിനേഷനിൽ നല്ല രീതിയിൽ തന്നെ റൂഫിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെയും LED ലൈറ്റും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഗ്രേ കളറാണ് വരുന്നത്. ഈ 3rd ബാത്റൂമിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ് കാണേണ്ടത്. ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്, 4 ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ വാൾപേപ്പർ കൊടുത്തിരിക്കുന്ന ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും കാണാം ഒരു ലൈറ്റ് ഗ്രേ, വളരെ വെരി ലൈറ്റ് ഗ്രേ ആണെന്ന് പറയാം. അതും വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് റൂഫിലുള്ള പെയിന്റിങ്ങും വർക്കുകളും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് വാർഡ്രോബ് കാണാം. നല്ല രീതിയിൽ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് സെയിം കളറൊക്കെ തന്നെയാണ് വാർഡ്രോബുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിലും ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് 4ാമത്തെ ബാത്റൂമും അവർ ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ്. ഇവിടുത്തെ 4 ബാത്റൂമുകളും വരുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സാധാരണ വീടുകളിൽ നമുക്കറിയാം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് റെഡിമെയ്ഡ് ആയിരിക്കും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ട് ഗ്രാനൈറ്റ് പീസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല സേഫ് ആയിട്ടുള്ളൊരു ഡോറും നിങ്ങൾക്ക് കാണാം. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ വരുന്നത് ഇവിടുത്തെ ടെറസിന്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ടെറസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ല. ഓപ്പൺ ടെറസ് ആയിട്ടാണെങ്കിലും ഇതിന്റെ ഫ്ലോർ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വുഡൻ ഫിനിഷോട് കൂടിയിട്ടാണ് ഫ്ലോർ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഹാൻഡ് റെയിൽസ് എല്ലാം ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടാണ് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് മെജോറിറ്റി ഭാഗങ്ങളും കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 രീതിയിലാണ് ഇവിടുത്തെ ടെറസ് വരുന്നത്. ഇതൊരു പോർഷൻ കൂടാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പോർഷൻ നമുക്ക് മറ്റൊരു ടെറസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ട ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിനോട് വളരെ അടുത്തായിട്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരുപാട് കാരണങ്ങളുള്ള ഒരു വില്ലയാണ്. റോഡിന് വളരെ അടുത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ഭാരത് മാതാ കോളേജോ കളക്ടറേറ്റ് അവിടേക്കൊക്കെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ചാനലുകളും ഒരുപാട് വീഡിയോകളൊക്കെ ഡെയിലി യൂട്യൂബിൽ കാണുന്നതാണ്. മാർബിൾ ഹോംസ് എന്ന ഈ ഒരു ചാനൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തുറന്നു നോക്കാൻ തുടങ്ങിയ ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വീട് എടുക്കാൻ ടൈമായി എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ മാർബിൾ ഹോംസിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. കാക്കനാട്, പ്രോപ്പർ കാക്കനാടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കളക്ടറേറ്റിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഭംഗിയുള്ള മനോഹരമായി ചെയ്തിരിക്കുന്ന റോഡിനോട് വളരെ അടുത്ത് എല്ലായിടത്തേക്കും ആക്സസിബിലിറ്റി ഉള്ള
ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് ഒട്ടും ചെറുതല്ല, 4.300 സെന്റിലാണ്, 4.3 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റും ഒട്ടും കുറവല്ല, 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2300 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്, 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ കിണർ വെള്ളമുണ്ട്. മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് KWയുടെ വാട്ടർ ആണ്. ഈ കാണുന്ന വീടിന് എന്തുകൊണ്ടും ഇത് ചോദിക്കുന്ന പ്രൈസ് ആപ്റ്റ് ആണ്. ബിക്കോസ് ഇത്രയും നല്ല സ്ഥലത്ത് ഇത്രയും നല്ലൊരു വീട് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും 1,25,00,000 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. 1.25 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് വീട് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ കാണാൻ തോന്നിയത്. മറക്കണ്ട, നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. മാർബിൾ ഹോംസിന്റെ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ വീട് ലോൺ ഫെസിലിറ്റിയിൽ തീർച്ചയായിട്ടും സ്വന്തമാക്കാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീട് കാണാൻ വരുന്ന നിങ്ങളുടെ ഓരോ ജേർണിയും, മാർബിൾ ഹോംസിനോടൊത്തുള്ള ഓരോ ജേർണിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കും. എത്രയും പെട്ടെന്ന് വിളിച്ചോളുക. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.